പ്രാർത്ഥിക്കുന്നവരെ ഒരുപാട് പിന്തുണയ്ക്കുന്നൊരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. സ്തോത്രം. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, വലിയ രാജാക്കന്മാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്, വലിയ ദൈവമായിട്ട് ഏറ്റവും അടുത്തിരുന്നവർ എന്തിനേറെ പറയും, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ഏറ്റവും അധികം സമയം കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്തോത്രം. ജീവിതത്തിൽ ഏറ്റവും കഷ്ടതയും പ്രയാസവും നിറഞ്ഞ വേളയിൽ എന്ത് ചെയ്യണമെന്നറിയാതിരുന്ന സമയത്ത് അങ്ങനെ ഇരുന്നവരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥന ഏതോ ഒരു പ്രത്യേക തരം ആളുകൾക്കുള്ളതല്ല. ഗതികെട്ടവർക്കും ഭാരമുള്ളവർക്കും ആരും സഹായിക്കാനില്ലാത്തവർക്കും, സ്തോത്രം, ഒരു വഴിയും കാണാത്തവർക്കും ദരിദ്രർക്കും അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളതല്ല പ്രാർത്ഥന. സ്തോത്രം. പ്രാർത്ഥന മനുഷ്യൻ്റെ ജീവശ്വാസമാണ്. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവനെ ഈ ബൈബിൾ ഒരുപാട് കരുതുന്നുണ്ട്. സ്തോത്രം. പ്രാർത്ഥിച്ചാൽ ദൈവമായ കർത്താവ് പ്രവർത്തിക്കുമെന്നുള്ളതിന് അനേക തെളിവുകളുണ്ട്. വേറെ ഒന്നും ഫലിക്കാതെ പോയ സമയത്ത് പ്രാർത്ഥിച്ചതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട അനേകരെ ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇന്നിവിടെ ഇരിക്കുന്ന ദൈവമക്കളിൽ എത്ര പേർക്ക് പറയാൻ പറ്റും, പ്രാർത്ഥിച്ചതുകൊണ്ടാണ് അനുഗ്രഹിക്കപ്പെടാനിടയായത്? പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുന്നതൊരു അനുഗ്രഹമാണ്, അതിനകത്ത് ഇരിക്കുന്നതൊരു അനുഗ്രഹമാണ്. അതിനകത്ത് കയറിയാൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് പറയാനൊക്കെയല്ല. പ്രാർത്ഥിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്നവനെ ഉയർത്തുന്ന, പ്രാർത്ഥിക്കുന്നവരെ പിന്തുണയ്ക്കുന്ന, പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ നിൽക്കുന്ന, പ്രാർത്ഥിക്കുന്നവനെ സഹായിക്കുന്ന ഒരു ദൈവം തിരുവെഴുത്തിനകത്തുണ്ട്.